ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വൈകിട്ടത്തെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ക്രിസ്പി ക്രഞ്ചിയുമായ ബ്രെഡ് പക്കോടയാണ് ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത്. ബ്രെഡ് കൊണ്ട് വളരെ രുചികരമായി നമുക്കിത് തയ്യാറാക്കാം. നമ്മുടെ ബ്രെഡ് പക്കോടയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ റൂബീസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. നമ്മുടെ ബ്രെഡ് പക്കോടയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബ്രെഡ് ഒരു 10 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. സവാള മീഡിയം സൈസുള്ള 2 എണ്ണം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് 3 എണ്ണം ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില 1 പിടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില അതുപോലെ 1/4 കപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കടലമാവ് 3 ടേബിൾ സ്പൂൺ. ആദ്യം ഒരു ബൗളിലേക്ക് ബ്രെഡ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇനി ഇതിലേക്ക് കടലമാവ്, സവാള, കറിവേപ്പില, പച്ചമുളക്, മല്ലിയില എന്നിവയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ എന്നിവ ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ദാ ഇതുപോലെ നല്ല കട്ടിയിൽ വേണം നമുക്ക് എടുക്കാൻ. അതായത് വലിയ കട്ടിയും വേണ്ട, വലുതായിട്ട് ലൂസായിട്ടും വേണ്ട, അങ്ങനെയുള്ള ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. നമ്മുടെ ബ്രെഡും കടലമാവും സവോളയും എല്ലാം നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ കുഴച്ചു വെച്ചിരിക്കുന്നതിൽ നിന്ന് അല്പം എടുത്ത് ഇതുപോലെ ഉരുളകളാക്കിയോ അല്ലെങ്കിൽ ഇങ്ങനെ അല്പം എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയോ ചെയ്യാം. ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ്. ഈ രീതിയിൽ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കേണ്ടത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. വളരെ രുചികരമായിട്ടുള്ള ബ്രെഡ് പക്കോട തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ചായക്കൊപ്പമോ കട്ടൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണിത്. ഒരു ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴോ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പക്കോട നമുക്ക് തയ്യാറാക്കാം. നിങ്ങൾക്ക് ഈ ബ്രെഡ് പക്കോട ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. കൂടെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.